നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, മൾട്ടി ബ്രാൻഡഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ, ഓപ്പോസിറ്റ് SBI ബാങ്ക്, കിഴക്കേതല, കരുവാരുകുണ്ട്. ബ്രാഞ്ച് പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുളായി, എടക്കര. കെണിയിലായത് സഹവില്ലനെങ്കിൽ മെയിൻ വില്ലൻ ഇപ്പോഴും കാണാമറയത്തു തന്നെ. നരഭോജിക്കടുവയെ കണ്ടെത്താനുള്ള ദൗത്യം പരാജയപ്പെടുന്നത് നാട്ടുകാർക്കിടയിൽ ഉണ്ടാക്കുന്നത് ഭീതി ചെറുതൊന്നുമല്ല. വെള്ളിയാഴ്ച കെണിയിൽ കുടുങ്ങിയ പുലിയെ കൊണ്ടുപോയ സമയത്ത് കരുവാരക്കുണ്ട് കേരളയിൽ ശക്തമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. കടുവയെ പിടികൂടാതെ പ്രതിഷേധം അവസാനിക്കില്ലെന്ന തീരുമാനത്തിലാണ് നാട്ടുകാർ. നരഭോജി കടുവയ്ക്കായി വെച്ച കെണിയിൽ 4 വയസ്സുള്ള പെൺപുലിയാണ് കുടുങ്ങിയത്. കടുവയെ പിടികൂടാൻ കഴിയാതിരിക്കുകയും പലയിടങ്ങളിലായി കാണുകയും ചെയ്യുന്നത് വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നത്. തോട്ടം തൊഴിലാളികളും ജോലിക്ക് പോയിട്ട് ദിവസങ്ങളായി. കടുവയ്ക്ക് പകരം പുലി കുടുങ്ങിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മിടുക്കായി കാണാനും കഴിയില്ല. യഥാർത്ഥ വില്ലൻ പുറത്തു നിൽക്കുമ്പോൾ ജനങ്ങളുടെ സ്വൈര്യജീവിതം തന്നെ ഇല്ലാതായ അവസ്ഥയിലാണ്. വനം വകുപ്പ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും കടുവയെ പിടികൂടിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് പറഞ്ഞു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിൽ നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം തന്നെയാണ് ഇവിടെ എനിക്ക് ഇതുവരെ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇവര് നിലവിൽ 2 കൂടാണ് സ്ഥാപിച്ചിരുന്നത്. ഇപ്പം ഇന്നലെ മുഖ്യമന്ത്രിയൊക്കെ നേരിട്ട് നമ്മൾ പോയി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാമത്തെ കൂട് വെക്കാനുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതോടുകൂടി ആ 3 പ്രദേശങ്ങളെ കവർ ചെയ്യുന്ന ഒരു രീതിക്ക് വന്നാൽ തീർച്ചയായിട്ടും കടുവയെ പിടികൂടാൻ തന്നെ സാധിക്കും. ഒരു അവസരമായ കടുവയാണ് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്തുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നീളുകയാണെങ്കിൽ ഉപരോധമായിട്ടില്ല നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെ തീരുമാനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത്. കടുവാഭീതി അകറ്റിയില്ലെങ്കിൽ നാട്ടുകാരും പ്രതിഷേധത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. അവരെ അന്വേഷണവുമായിട്ട് ഞങ്ങൾക്ക് 100% പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. കാരണം അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു 10 ആൾ വന്നിട്ട് തിരിച്ചു പോകുന്നൊരു സംവിധാനമാണ്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വ്യക്തമായിട്ട് ഇതിന് പ്ലാന് വേണം. അതായത് വഴിക്കടവ്, എടക്കര, നിലമ്പൂര്, കരുളായി, കാളികാവ്, കരുവാരകുണ്ട് വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിൽ വ്യക്തമായിട്ട് ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം, ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാകണം. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമം സത്യത്തിൽ മൃഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.